ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് നൽകുന്നത്. പ്ലാന്റേഷൻ പ്രദേശത്തെ പച്ചക്കറികളിലും പശുവിൻ പാലിലും കുടിവെള്ളത്തിലും മണ്ണിൽ പോലും അനുവദനീയമായ പരിധിയുടെ അനേകമിരട്ടി എൻഡോസൾഫാൻ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ സഹായത്തോടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നടത്തിയ പഠനമാണ് നാളിതുവരെയുള്ളതിൽ വച്ച് ഏറ്റവും ശാസ്ത്രീയമെന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൻ പ്രകാരം ഭക്ഷണം, ജലം, വായു, മണ്ണ് എന്നിവയിലെല്ലാം മാരകമായ കീടനാശിനിയുടെ സാന്നിധ്യമുണ്ട്. നാഡീഞരമ്പുകളുടെ അസ്വാഭാവികത, അണ്ഡാശയവുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെയും പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട് പുരുഷന്മാരെയും എൻഡോസൾഫാൻ മാരകമായി ബാധിക്കുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും ചേർന്ന് സാധ്യമായ മുഴുവൻ സാങ്കേതിക വിദ്യയും ഈ പഠനത്തിനായി ഉപയോഗപ്പെടുത്തിയിരുന്നു. ഹെലികോപ്റ്ററിലൂടെ എൻഡോസൾഫാൻ തളിക്കുന്നത് പൂർണ്ണമായി നിരോധിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. ജലസ്രോതസ്സുകൾ വിഷലിപ്തമാവുന്നതാണ് കാസർഗോഡ് എൻഡോസൾഫാൻ പ്രശ്നത്തിനുള്ള മുഖ്യ കാരണമെന്ന് അച്യുതൻ കമ്മിറ്റി വിലയിരുത്തി. 5 വർഷത്തെ നിരോധനം പരീക്ഷിച്ചു നോക്കുവാൻ സമിതി സർക്കാരിനോട് ശുപാർശ ചെയ്തു. ഈ പ്രോട്ടോക്കോളുകൾ ഒന്നും നടപ്പാക്കിയിരുന്നില്ല തന്നെയല്ല, നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഒരാളുണ്ടായിരുന്നില്ല. പിന്നെ പ്രോട്ടോക്കോളുകളെ പറ്റി വിവരമുള്ള ഒരു കെമിസ്റ്റോ ഒരു പെസ്റ്റിസൈഡ് സ്പെഷ്യലിസ്റ്റോ ആരും ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ അസിസ്റ്റ് ചെയ്യേണ്ടായിരുന്നില്ല. ഇതൊരു ഏതോ ഒരു ഹെലികോപ്റ്റർ കമ്പനിക്ക് ടെൻഡർ കൊടുക്കാൻ അവർ തോന്നിയ പോലെ അടിച്ചു പോയായിരുന്നു എന്നുള്ളത് ആണ് ഇതിന് ഈ പ്രശ്നം ഇത്ര ദോഷകരമാണെന്നുള്ളത് പോട്ടെ, അത് അഗ്രവേറ്റ് ചെയ്യാനുള്ള കാരണം അതിന്റെ ഇംപ്ലിമെന്റേഷൻ തന്നെ വളരെ ഷോർഡി ആയിട്ടുണ്ട്. ആരുടെയൊക്കെയോ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതായിരുന്നു കേരള കാർഷിക സർവകലാശാല നടത്തിയ പഠനം. തങ്ങൾക്കേറെ പരിമിതികളുണ്ട് എന്ന മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് തന്നെയാണ് കമ്മിറ്റി പഠനം തുടങ്ങിയതും അവസാനിപ്പിക്കുന്നതും. കാസർഗോഡ് പ്രദേശത്തെ ആരോഗ്യ പ്രശ്നങ്ങളുടെ കാരണം എൻഡോസൾഫാൻ ആണെന്ന് കാർഷിക സർവകലാശാല നടത്തിയ പഠനത്തിൽ പരാമർശമില്ലായിരുന്നു. ഇതിനിടെ 2002 കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച ഒരു കമ്മീഷൻ കൂടി രംഗത്തെത്തി. ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ OP ദുബൈയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ ഒട്ടേറെ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തി. കമ്മിറ്റി അംഗങ്ങളുടെ അഭിപ്രായങ്ങളെ പോലും തമസ്കരിച്ച് കീടനാശിനി കമ്പനിയുടെ തന്നെ വക്താക്കളായ അംഗങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രം ചേർത്ത് തികച്ചും അശാസ്ത്രീയമായ പഠനമാണ് ദുബെ സർക്കാരിന് സമർപ്പിച്ചത്. എൻഡോസൾഫാനെ സംരക്ഷിക്കുന്നതിലായിരുന്നു ദുബെ ഏറെ താൽപര്യം കാട്ടിയത്. ലാബ് ടെസ്റ്റുകളിൽ കൃത്രിമം കാട്ടി എന്ന ആരോപണവും പ്രസ്തുത പഠനത്തെക്കുറിച്ച് വ്യാപകമായി ഉയർന്നിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച ദുബൈ കമ്മിറ്റിയിൽ 5 പേര് കമ്പനിയുടെ പ്രതിനിധികളായിരുന്നു. കമ്പനിയുടെ പ്രതിനിധികളായിട്ട് ഞങ്ങൾ അവരുടെ ചോദിച്ചു, ചർച്ചയ്ക്ക് വന്ന അവർ ചോദിച്ചു, നിങ്ങൾ ഏത് കാര്യം അന്വേഷിക്കാൻ വേണ്ടിയാണ് വന്നത്? നിങ്ങളുടെ ഉൽപ്പന്നം ഇവിടെ ചെലവാകുന്നുണ്ടോ എന്നതാണോ, നിങ്ങളുടെ ഉൽപ്പന്നം കൊണ്ട് ഇവിടെ ആളുകൾ മരിക്കുന്നുണ്ടോ എന്നാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചു. തുടർന്ന് ശിവരാമൻ കമ്മിറ്റി നടത്തിയ പഠനത്തിൽ എൻഡോസൾഫാൻ ഉപയോഗം താൽക്കാലികമായി തടയണമെന്ന് ശുപാർശ ചെയ്തു. എന്നാൽ നാളിതുവരെ നടന്ന മുഴുവൻ പഠനങ്ങളെയും വിലയിരുത്തുമ്പോൾ ഇവയെല്ലാം എൻഡോസൾഫാന്റെ ആകാശ സ്പ്രേയെ മാത്രം വിലക്കുവാൻ ശുപാർശ ചെയ്യുന്നവ മാത്രമാണെന്ന് കാണാം. Again the Damocles sword is hanging on us. Anytime they can start spraying. Industry is so powerful, for them our movement is all nothing. If they are hit here, we are going to be hit by from Delhi. This is the situation. They can manipulate all these commissions and all. I have seen verbally these your study teams members verbally fighting each other. Civilization here is much different from southern. They were highly intolerant.
Here we are all tolerant people. So we are not blaming the state or whomever it is. Our people are such. They don't know that they are affected. So that is the problem. So without knowing our rights, we don't know what we are losing. Actually, somebody has to teach them and unite them and fight. Because we are far off, I said, there are so many drawbacks. Nobody is bothered about us. Even politicians. Now, when a stage will come when we will be given compensation, then the political parties will enter. That is our fear also. But most of our creative energy was wasted in front of these committees, in front of this countering the lies and things like that. And still today, actually by this time something should have been done for the victims. But even today, the Damocles sword of spray hasn't vanished. Whatever the ban has come, it has come from the Pollution Control Board, and it is on grounds of pollution and not on health grounds. If a permanent ban has come, at least you could have heaved a sigh of relief that no more sprays. Here the thing is, you don't want a very international expert or pesticide expert to come to a sort of prima facie understanding. A normal man with an open heart, if he travels 5 minutes in all these houses, he can understand. എൻമകജെ പഞ്ചായത്തിലെ വാണിനഗർ പ്രൈമറി ഹെൽത്ത് സെന്ററിന് സമീപം ചുറ്റുവട്ടത്തെ ലോകത്തെ സ്വന്തം കണ്ണുകളിൽ ഒളിപ്പിച്ച് ജീവിതം ഒരു ചക്രക്കസേരയിൽ മാത്രമായി ഒതുക്കുന്ന 12 വയസ്സുകാരൻ ഹർഷിത്. ജന്മന മാനസിക വൈകല്യവും ശാരീരിക വൈകല്യവും ബാധിച്ച ഹർഷിത്. പിതാവ് കൂലിപ്പണിക്കാരനാണ്. ഇതുപോലെ എത്രയോ ക്യാമറകൾ പകർത്തിയെടുത്ത ദൈന്യത. പക്ഷേ പ്രതീക്ഷ നിർഭരമായ ഒരു വാക്കുപോലും ഇതുവരെ കുടുംബത്തെ തേടിയെത്തിയില്ല. തൊട്ടുപിന്നിൽ പിതൃസഹോദരിയായ സുന്ദരി സ്തനാർബുദത്തിന്റെ 3ാം ഘട്ടവും പിന്നിട്ട് ഏതാണ്ട് മരണത്തെ കാതോർത്തിരിക്കുന്നു. ഏറെ വൈകി മാത്രം തിരിച്ചറിയപ്പെട്ട ക്യാൻസർ. നിത്യവൃത്തിക്കായി കഷ്ടപ്പെടുന്നവർക്ക് മുന്നിൽ